41 പേരുടെ മരണത്തിനിടയാക്കിയ കരൂർ സംഭവത്തിൽ വിജയുടെ ഡ്രൈവറെ അറസ്റ്റ് ചെയ്യാൻ നീക്കം. സംഭവം ഉണ്ടായ ഉടനെ അവിടെ നിന്ന് വിജയ് മടങ്ങി. ആ സമയത്ത് ആൾക്കൂട്ടത്തിനിടയ്ക്ക് അവിടെ കാർ പാർക്ക് ചെയ്യുന്ന സ്ഥലങ്ങളിൽ ഇടവഴി ഉണ്ടാക്കിയാണ് പെട്ടെന്ന് വിജയ് അവിടുന്ന് ചെന്നൈക്ക് മടങ്ങിയത്. ആ പോകുന്ന സന്ദർഭത്തിൽ വിജയുടെ കാറ് പാർക്ക് ചെയ്യുന്ന ചില കാറുകളിലും ചില വണ്ടികളിൽ ഇടിച്ചാണ് പോയതെന്നാണ് ആരോപണം. അങ്ങനെ ഒരു വാഹനം മറ്റൊരു വാഹനത്തെ ഇടിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ നിർത്തി കാര്യം അന്വേഷിച്ച് ഇഞ്ചേർഡ് ഉള്ളവരെ ആശുപത്രി കൊണ്ടുപോകേണ്ട ചുമതല ആ ഇടിച്ച വണ്ടിയുടെ ഉടമസ്ഥനും അല്ലെങ്കിൽ ഡ്രൈവർക്കും ഉണ്ട്. അത് കണക്കാക്കിയിട്ടാണ് ഇപ്പോഴ് വിജയുടെ ഡ്രൈവറെ അറസ്റ്റ് ചെയ്യാനുള്ള നീക്കം. വിജയുടെ ഡ്രൈവർ ഒളിവിൽ പോയി. ആ വാഹനം പിടിച്ചെടുക്കാനും നീക്കമുണ്ടെന്നാണ് ഇപ്പോൾ വരുന്ന വാർത്തകൾ. ഏത് വാഹനത്തിലാണ് വിജയ് പെട്ടെന്ന് അവിടുന്ന് മടങ്ങിയെന്ന് നമുക്കറിയത്തില്ല. നേരത്തെ അദ്ദേഹം അവിടെ പ്രസംഗിച്ചതൊക്കെ വലിയ കാരവണിൻ്റെ മുകളിൽ നിന്നുകൊണ്ടാണ്. അവിടുന്നാണ് ഇറങ്ങി വാഹനത്തിൽ കയറി അദ്ദേഹം ചെന്നൈക്ക് പോയത്. ഈ സംഭവത്തിൽ തമിഴ്നാട് പോലീസ് അവിടുത്തെ IGP അസ്ര ഗാർഹിന്റെ നേതൃത്വത്തിലാണ് ഇപ്പോൾ അന്വേഷണം നടക്കുന്നത്. അദ്ദേഹം ഈ കേസിനകത്ത് TVKയുടെ തമിഴകം വെട്രി കഴകത്തിന്റെ ജനറൽ സെക്രട്ടറി N ആനന്ദിനെ പ്രതിയാക്കിയിട്ടുണ്ട്. ഡെപ്യൂട്ടി ജനറൽ സെക്രട്ടറി CTR നിർമ്മൽ കുമാറിനെ പ്രതിയാക്കിയിട്ടുണ്ട്. രണ്ടുപേരും ആണ് കരൂരിലെ മീറ്റിംഗ് സംഘടിപ്പിച്ചത്. അവരെ രണ്ടുപേരെയും കരൂർ പോലീസ് പ്രതിയാക്കി FIR എടുത്തിട്ടുണ്ട്. അവർ ജാമ്യത്തിന് ചെന്നൈ ഹൈക്കോടതി പോയിട്ട് ജാമ്യം ലഭിച്ചില്ല. ഇപ്പോൾ അവർ ഒളിവിലാണ്. സുപ്രീം കോടതിയിലെ ജാമ്യത്തിന് നീങ്ങുകയാണ്. സുപ്രീം കോടതി ജാമ്യത്തിന് പ്രശസ്തനായ അഡ്വക്കേറ്റ് ആദവ് അർജുൻ, അദ്ദേഹം കോൺഗ്രസിന്റെ അഡ്വക്കേറ്റാണ്. അദ്ദേഹം മുഖേനയാണ് സുപ്രീം കോടതിയിൽ രണ്ടുപേരും ജാമ്യത്തിന് നീങ്ങുന്നത്. കരൂർ സംഭവത്തിലെ മരണപ്പെട്ട 41 പേർക്കും 10 ലക്ഷം രൂപ തമിഴ്നാട് ഗവൺമെന്റ് അവർക്ക് കൊടുക്കും എന്ന് അന്ന് തന്നെ പ്രഖ്യാപനം ഉണ്ടായി. തൊട്ടുപുറകെ വിജയും പ്രഖ്യാപിച്ചു. മരണമടഞ്ഞ ഓരോരുത്തർക്കും 20 ലക്ഷം രൂപ വീതം കൊടുക്കും. പരിക്കേറ്റവർക്ക് 2 ലക്ഷം രൂപയും കൊടുക്കും. സെൻട്രൽ ഗവൺമെന്റ് ഈ കാര്യത്തിൽ മരണമടഞ്ഞവർക്ക് 2 ലക്ഷം രൂപ കൊടുക്കുമെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്. എന്തായാലും സുപ്രീം കോടതിയിലേക്ക് ഈ 2 ജനറൽ സെക്രട്ടറിയും ഡെപ്യൂട്ടി ജനറൽ സെക്രട്ടറിയും ജാമ്യത്തിന് പോയിരിക്കുകയാണ്. പക്ഷേ സുപ്രീം കോടതി ജാമ്യം ലഭിക്കും എന്നാണ് ഞാൻ കരുതുന്നത്. കാരണം 10 വർഷം വരെയുള്ള തടവിനുള്ള ഒരു കുറ്റം മാത്രമായിരിക്കും അവരുടെ പുറത്ത് ചാർത്തുന്നത്. വിജയെ പ്രതിയാക്കുമോ ഇല്ലയോ എന്ന് ഇതുവരെ പോലീസ് തീരുമാനമെടുത്തിട്ടില്ല എന്നാണ് വാർത്തകൾ വരുന്നത്. എങ്കിലും വിജയെ ഇപ്പോൾ തമിഴ്നാട് ഗവൺമെൻറ്റിട്ടും ഹൈക്കോടതിയിലിട്ടും തൻ്റെ അവിടുത്തെ ആൾക്കാരെ കാണാൻ, മരണപ്പെട്ട ആൾക്കാരുടെ വീട്ടിൽ പോകാൻ അനുവാദം ചോദിച്ചിട്ടുണ്ട്. അത് നല്ലൊരു നീക്കം തന്നെയാണ്. തീർച്ചയായിട്ടും അവരെ ആശ്വസിപ്പിക്കേണ്ട ചുമതല വിജയ്ക്കുണ്ട്. അന്ന് തന്നെ അദ്ദേഹം പോകാൻ റെഡിയായിരുന്നു. പക്ഷേ ഗവൺമെൻറ് അംഗീകാരം കൊടുത്തില്ല, പെർമിഷൻ കൊടുത്തിട്ടില്ല. ഏതായാലും വിജയ് അവിടെ പോകണം എന്ന് നിർബന്ധം പിടിച്ചിരിക്കുകയാണ്. അത് ഗവൺമെൻറ്റിനോ മറ്റാർക്കോ അത് തടയാൻ കഴിയില്ല. ഇദ്ദേഹം ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവാണ്, തമിഴകം വെട്രി കഴകത്തിൻ്റെ നേതാവാണ്. രാഷ്ട്രീയ പ്രസംഗത്തിന് എവിടെയും പോകാം. ആ സംസ്ഥാനത്തിൻ്റെ ഏത് ഭാഗത്തും എപ്പം വേണമെങ്കിലും അദ്ദേഹത്തിന് സഞ്ചരിക്കാൻ പോകാം. ഇന്ത്യൻ രാഷ്ട്രീയ പ്രവർത്തനം അങ്ങനെയാണ്. അത് തടയാനായിട്ട് ഗവൺമെൻറ്റിന് കഴിയില്ല. പക്ഷേ ലോ ആൻഡ് ഓർഡർ പ്രോബ്ലം ഉണ്ടാകും എന്നുള്ള കണക്കാക്കി മാത്രമായിരിക്കും പോകുന്നത്. പക്ഷേ തമിഴകത്ത് കരൂരിലെ 41 വീടുകളിൽ അദ്ദേഹം നടന്നു പോകുമെന്നാണ് ഞാൻ കരുതുന്നത്. എല്ലാ വീടുകളിലും ചെന്ന് ആശ്വാസ വാക്കുകൾ ചൊരിയുകയും 20 ലക്ഷം രൂപ അപ്പോൾ തന്നെ കൊടുക്കുകയുമാണ്. അതുപോലെ പരിക്കേറ്റവരുടെ വീടുകളിലെല്ലാം അദ്ദേഹം പോകും. അതെല്ലാം നടന്നു പോകും എന്നാണ് കരുതപ്പെടുന്നത്. ഇത് ലോ ആൻഡ് ഓർഡർ പ്രശ്നമൊന്നും ഉണ്ടാക്കാതെ അദ്ദേഹത്തിന് വേണ്ട പ്രൊട്ടക്ഷൻ ഗവൺമെൻറ് കൊടുത്തേ കഴിയുള്ളൂ. കാരണം രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ ഭാഗമായി അദ്ദേഹത്തിൻ്റെ കൂടെ നിന്നവർ അല്ലെങ്കിൽ ഫാൻസ് മരണപ്പെട്ടവരുടെ വീടുകൾ സന്ദർശിക്കുന്നത് അതിൽ ഗവൺമെൻറ്റിന് തടയാൻ കഴിയില്ല. ആവശ്യമായ പ്രൊട്ടക്ഷന് പോലീസ് പ്രൊട്ടക്ഷൻ കൊടുത്തേ കഴിയുള്ളൂ. പക്ഷേ വിജയ് പോകുന്നിടത്ത് അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാകില്ല. അവരുടെ കണ്ണീരൊപ്പം പോവുകയാണ്. അദ്ദേഹത്തിൻ്റെ
പ്രസംഗ സ്ഥലത്തുണ്ടായ ഈ തിക്കിലും തിരക്കിലും സ്റ്റാമ്പേഡിലാണ് ഇത്രയും പേരെ കൊല്ലപ്പെട്ടതെന്ന് നമുക്കറിയാം. ആരെയും കൊല്ലണമെന്നുള്ള ദുരുദ്ദേശമോ ഡിസോണസ് ഇൻറ്റൻഷനൊന്നും ആ പാർട്ടിക്കാർക്ക് ആർക്കുമില്ല. അതോടൊപ്പം തന്നെ അവരുടെ പാർട്ടി സ്ഥാപകൻ വിജയിക്കുമില്ല. പക്ഷേ കുറേയൊക്കെ പക്വത അല്ലെങ്കിൽ സെക്യൂരിറ്റി ആസ്പെക്ട് അതിനകത്ത് കാണിക്കണമായിരുന്നു ഒരു രാഷ്ട്രീയ പാർട്ടികൾ. പക്ഷേ ഒരു പുതിയ രാഷ്ട്രീയ പാർട്ടിയാണ്. അവർ 2024 രൂപീകരിച്ചതേ ഉള്ളൂ. മറ്റു പാർട്ടികളെ പോലെ ഇരുത്തം വന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയല്ല TVK. ഫാൻസ് അസോസിയേഷൻകാർ വളരെ കൂടുതൽ അതിനകത്തുണ്ട്. എങ്കിലും രാഷ്ട്രീയ പാർട്ടിയുടെ ഇരുത്തം വന്നൊരു വളർച്ച സമയങ്ങൾ എടുക്കും. കാരണം ഇങ്ങനെയുള്ള ആൾക്കൂട്ട സ്ഥലത്ത് ആവശ്യമായ ബന്ദോബസ്ത് വേണമെന്നും പാർട്ടിക്കാർ മാത്രമല്ല പോലീസും അവിടുത്തെ ഗവൺമെൻറ്റും അവിടുത്തെ ജില്ലാ ഭരണകൂടവും അതിനൊക്കെ അനുവാദം കൊടുക്കുകയും അതോടൊപ്പം തന്നെ ആവശ്യമായ സംരക്ഷണം ഏർപ്പെടുത്താനുള്ള കാര്യങ്ങൾ ചെയ്യണമായിരുന്നു. ഇവിടെ അതൊന്നും ഉണ്ടായില്ല. അതിന് ബദലായിട്ട് വിജയ് പറയുന്നത് അവിടെ നേരത്തെ DMKയുടെ ഒരു പ്രകടനം, അവരുടെ വലിയ ഒരു മീറ്റിംഗ് നടന്നിരുന്നു. 500 ഏക്കർ വെട്ടിത്തെളിച്ചിട്ടാണ് നടന്നത്. ആ സ്ഥലം ചോദിച്ചിട്ട് മനഃപൂർവ്വം കൊടുത്തില്ല. അതുകൂടാതെ അവിടെ 2-3 സ്ഥലങ്ങൾ ഇവർ മാർക്ക് ചെയ്തിരുന്നതും ഗവൺമെൻറ് കൊടുത്തില്ല. അവിടെ ഒരു ഗ്രൗണ്ട് ചോദിച്ചിരുന്നു, അതും കൊടുത്തില്ലെന്നാണ് പറയുന്നത്. ഇപ്പോൾ എങ്ങും കൊടുക്കാതെ വന്നപ്പോൾ അവർ കരൂരിന് സ്വല്പം 2 കിലോമീറ്റർ അപ്പുറത്ത് മാറി ആ ടൗൺ വിട്ട് മാറിയാണ് ചോദിച്ചത്. അവിടെയാണ് ഈ പ്രശ്നം ഉണ്ടായത്. ഏതായാലും രാഷ്ട്രീയപരമായ തീരുമാനങ്ങൾ എടുക്കുന്നതിന് മുഖ്യമന്ത്രി സ്റ്റാലിനും മറ്റുള്ളവർക്കും ചില തടസ്സങ്ങളൊക്കെ ഉണ്ട്. കാരണം രാഷ്ട്രീയപരമായി വിജയെ അറസ്റ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ കേസുമായിട്ട് ബന്ധപ്പെട്ട് അവരെ ആരെങ്കിലുമൊക്കെ അറസ്റ്റ് ചെയ്ത് വന്നാൽ അത് ഇപ്പോഴത്തെ ഭരണകക്ഷിക്ക് അത് വലിയ ക്ഷീണം ചെയ്യും എന്നാണ് അവർ കരുതുന്നത്. കാരണം വിജയുടെ പിന്നിലുള്ള ആൾക്കാരെ നോക്കിക്കഴിയുമ്പോൾ DMKക്കാട്ടിലും അവരുടെ മീറ്റിങ്ങിൻ്റെ 4 ഇരട്ടിയുടെ ആൾക്കാരാണ് ഇദ്ദേഹം പ്രസംഗിക്കുന്ന സ്ഥലത്ത് വന്നു ചേരുന്നത്. അതൊക്കെ കണക്കിലാക്കുമ്പോൾ ഒരു ശക്തമായ നടപടി ഗവൺമെൻറ് ഉദ്ദേശിക്കുന്നതിൽ മുന്നോട്ട് പോയാൽ അത് ആ ഗവൺമെൻറ്റിനും പാർട്ടിക്കും ക്ഷീണമുണ്ടാകും. പൂർവാധികം ശക്തിയോടുകൂടി തന്നെ വിജയ് രംഗത്ത് വരും എന്നാണ് മനസ്സിലാക്കുന്നത്. വിജയെ സപ്പോർട്ട് ചെയ്തും അങ്ങനെ യൂട്യൂബിൽ ധാരാളം വാർത്തകൾ നമുക്ക് കാണാം. അതിൽ തെറ്റായ ചില വാർത്തകൾ പ്രചരിപ്പിച്ചു എന്ന് പറഞ്ഞിട്ട് തമിഴ്നാട് സോഷ്യൽ മീഡിയയിൽ വന്ന മാരിദാസ് എന്ന് പറഞ്ഞ ഒരാളെ അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം 2 ആഴ്ച കഴിഞ്ഞപ്പം അടുത്ത ദിവസം ജെറാൾഡ് ഫ്ലെക്സ് എന്ന് പറഞ്ഞ ഒരാളും യൂട്യൂബിലെ വിജയെ സപ്പോർട്ട് ചെയ്ത് ആ തെറ്റായ വിവരങ്ങൾ പ്രചരിപ്പിച്ചു എന്ന് പറഞ്ഞ് കഴിഞ്ഞ ദിവസവും അയാളെയും അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. എന്തായാലും തമിഴ്നാട് രാഷ്ട്രീയത്തിലെ ഈ 41 പേരുടെ മരണവും 300 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തെങ്കിലും അതൊന്നും ആ രാഷ്ട്രീയ പ്രവർത്തനത്തിന് വിജയ്ക്കൊരു വിഘാതമല്ല. പൂർവാധികം ശക്തിയോടുകൂടി തമിഴ്നാട് രാഷ്ട്രീയത്തെ അദ്ദേഹം പ്രജ്വലിക്കും എന്നാണ് ഞാൻ കരുതുന്നത്.